നമ്മൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് ഈ സവാള കട്ട് ചെയ്യാനാണ്. സവാള അത് മാത്രമല്ല, കറി വയ്ക്കുമ്പോഴത്തേക്ക് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് ടൈം പോകും. അത് നീളത്തിൽ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കൂ, അപ്പോൾ ഈസി ആയിരിക്കും. അതായത് പല പല സൈസിൽ എല്ലാം അൺഈവനായിട്ട് ഒരേപോലെ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്നും കിട്ടും, വേഗം കട്ട് ചെയ്തും തീരും. രാവിലെ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരക്കിട്ട് നിൽക്കുന്ന സമയത്ത് സവാള വഴറ്റി നിൽക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ്. കയ്യിൽ നിന്ന് ചറുവി പോകുന്നൊരു പ്രശ്നം വരില്ല, പെട്ടെന്ന് കട്ട് ചെയ്തും തീരും, നന്നായിട്ട് വഴന്ന് കിട്ടുകയും ചെയ്യും. ഇനി സവാള വഴറ്റി സമയമൊന്നും കളയണ്ടല്ലോ, ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മളെ പഴയ വീഡിയോസും പുതിയ ലോങ് വീഡിയോസും എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു ഇമോജി എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. ഇനി ഇതുപോലത്തെ ടിപ്സും നല്ല നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.